അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി കേട്ടോ. ഞാനിപ്പോൾ നിലവിലുള്ളത് എൻ്റെ നാട്ടിലാണ്, പുല്ലിശ്ശേരിയിലാണ്. ഞാനൊരു പള്ളിയുടെ പുറകിലാണ് നിൽക്കുന്നത്. ഈ ഒരു വിഷയം അഥവാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാട്ടിലാണുള്ളത്, പുല്ലിശ്ശേരിയിലാണുള്ളത്. എൻ്റെ സ്വന്തം നാട്ടിലൊരു നിസ്കാര പള്ളിയുടെ മുൻവശത്താണ് ഞാനുള്ളത്. ഈ പള്ളി ഞങ്ങളുടെ നാട്ടുകാർക്ക് സമർപ്പിച്ച ഒരു നല്ല മനുഷ്യൻ, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നല്ല മനുഷ്യ സ്നേഹി. ഈ ഒരു മനുഷ്യ സ്നേഹിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ചെറിയൊരു ആവശ്യം നിങ്ങൾ നിറവേറ്റി കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അദ്ദേഹം ചെയ്ത ആ ഒരു പള്ളികളും അദ്ദേഹം ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ നല്ല എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളോട് അദ്ദേഹത്തിന് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. ആരാ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. വാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഉസ്താദ് കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങള് പേര് സ്വയം എന്ന് പറയും. എനിക്ക് എന്തായാലും എന്നെ കാണുന്ന ആളുകൾക്ക് അറിയില്ല. എൻ്റെ പേര് ഹസൈൻ അർമോൽ, മണ്ണാർക്കാടാണ്. ഈ ഒരു പള്ളി ഇപ്പൊ ഞാൻ നിൽക്കുന്ന എന്റെ നാട്ടിൽ പുല്ലിശ്ശേരിയിലാണ് അല്ലെ, കനമുണ്ട പിന്നെ പള്ളിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. ഈ ഒരു പള്ളി ഈ പുല്ലിശ്ശേരിക്കാർക്ക് ഞങ്ങൾക്ക് തന്നത് നിങ്ങളാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയ്ക്ക് ഈ പള്ളി നിർമ്മിച്ചു കൊടുക്കൽ, അതേപോലെ തന്നെ ഒരുപാട് സമൂഹ വിവാഹം നിങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. അതേപോലെ അവസാനത്തില് നിങ്ങൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഞാൻ പരിശുദ്ധമായ ഹറമയില് ഹജ്ജ് ഉംറ സർവീസിന്റെ ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ കൂടെ നല്ല സുൻമനസ്സുകൾ ഒരുപാട് ആൾക്കാർ ഞാനുമായിട്ട് ഇടപഴകി. അവരോട് എൻ്റെ നാട്ടിലെ എൻ്റെ ഗ്രാമങ്ങളിലെ സങ്കടങ്ങളും സഹതാപങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരു ഗ്രാമമുണ്ട്, ഗ്രാമത്തിൽ ചെറിയൊരു പള്ളി, ഓടിട്ടൊരു പള്ളിയാണ്, അതൊന്ന് പൊളിച്ച് വാർത്തു തരണം പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ചെയ്തത് ഏറ്റെടുത്തു. അങ്ങനെ ഇവർക്ക് ഞാനത് ചെയ്തു കൊടുക്കുകയാണ്. ചെയ്തു കൊടുക്കാൻ കാരണം ഇവിടുത്തെ 1-2 ആൾക്കാർ എൻ്റെ വീടിൻ്റെ ചെറിയൊരു പണിയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സമയത്ത് എന്നോട് പറഞ്ഞു. ഞാൻ വന്നു നോക്കി, അൽഹംദുലില്ലാഹ് അവർക്ക് ഭംഗിയായ ഒരു പള്ളി ഞാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നിരന്തരം പള്ളിയിൽ വൃത്തികേടുണ്ടോ, ഹൗലങ്കര വൃത്തികേടുണ്ടോ, പള്ളിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടോ, ഇതൊക്കെ നോക്കാൻ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ സന്ദർശിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മം അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ ആദ്യത്തെ സംരംഭം, ആദ്യത്തെ പള്ളി പുല്ലിശ്ശേരിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള പള്ളികളൊക്കെ. ഓക്കെ. ഈ ഒരു പിന്നെ കമ്മിറ്റിക്കാർക്ക് അവര് നിങ്ങൾക്ക് പൈസ തരിക? ഒരു രൂപ പോലും ഞാൻ അവരിൽ മേടിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും നിങ്ങളൊരു പരിശ്രമം കൊണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്ന സുമനസ്സുകളുടെ സഹായം കൊണ്ട് ചെയ്തതാണ്. അതെ. ഓക്കെ. ഇതിപ്പോ ഫസ്റ്റ് ചെയ്തു. നമ്മൾ ടോട്ടൽ എത്ര ചെയ്തിട്ടുണ്ട്? ഇന്നിപ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ 6 പള്ളിയും വലിയൊരു മദ്രസയും ചെയ്തിട്ടുണ്ട്. അതെ. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? പറയാനുള്ളത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പഞ്ചായത്തില് ചാഴിയോട് എന്ന ഗ്രാമത്തില് പാവങ്ങൾ മാത്രം തിങ്ങി താമസിക്കുന്ന ഏരിയയിൽ ഞാനൊരു വർക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാ മനസ്സുകളും അത് കാണുക. അതിന്റെ 2ാമത്തെ നില സീറ്റാണ്, ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ട ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട താങ്കളെ ഞാൻ സമീപിച്ചത്. ഇതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ. അപ്പോൾ ഈ ഒരു നിങ്ങൾ തുടങ്ങി വെച്ചത് പിന്നെ വേറെ ആരും സഹായമില്ലാതെ തുടങ്ങി വെച്ചു. ഇപ്പൊ സാമ്പത്തികമായിട്ട് ചെറിയൊരു ഞെരുക്കത്തിലാണ്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ, നല്ല മനസ്സുള്ള മനുഷ്യസ്നേഹികളായ, ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്, കമന്റ് ബോക്സിലുണ്ട്. അതേപോലെ തന്നെ വീഡിയോയിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകൾ മാക്സിമം, ഒരു പള്ളിയുടെ കേസാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മൊത്തം 5 പള്ളി ചെയ്തിട്ടുണ്ട്, ഒരു മദ്രസ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം, ഒരുപാട് കിണർ കുത്തി കൊടുത്തിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാൻ സമയങ്ങളിൽ 100ഓളം ചാക്കുകൾ അരി, അതുപോലെ തന്നെ 1000കണക്കിന് കിറ്റുകൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല മനസ്സിലെ പള്ളിയുടെ കേസിൽ മാത്രം ചെറിയൊരു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അത് പ്രിയ സുഹൃത്തുക്കൾ കാണുന്ന ആളുകൾ, ഒരു പള്ളിയുടെ കേസാണ്. വിശ്വാസികളായ ആളുകൾ എന്തായാലും നിങ്ങൾ താഴെ പിന്നെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും ഗൂഗിൾ പേ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പിന്നെ ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു കാര്യപൂർത്തീകരണത്തിൽ എത്തുമെന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ആ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ട നമ്മൾ ഉസ്താദ്, അതേപോലെ തന്നെ ഇത് നമ്മളെ പിന്നെ നാട്ടിലെ ഉസ്താദാട്ടോ, അബ്ദുൽ വാഹിദ് ബാക്കിബി, അതേപോലെ തന്നെ ഇവിടുത്തെ പിന്നെ കമ്മിറ്റി ഭാരവാഹിയാണ്. ഉസ്താദെ, നമ്മൾ ഹസൈനാർ ഉസ്താദിന്റെ ഈ ഒരു പ്രവർത്തനത്തിൽ എന്താണ് പറയാനുള്ളത്? തികച്ചും മാതൃകാപരവും പ്രശംസനീയവുമായ ഒരു പ്രവർത്തനമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവശത അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ അഗതികൾക്കും ഒക്കെ, നിരാലംബർക്കൊക്കെ വലിയൊരു ആശാഗേഹവുമാണ് പ്രിയപ്പെട്ട ഹസൈനാർ മൗലവി. അതുപോലെ പിന്നെ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ പോയിട്ട് കഴിയുന്ന ആളുകൾക്ക് സ്പോൺസർ ചെയ്യിപ്പിച്ച്, പിന്നെ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് അവരിൽ നിന്ന് കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിപ്പിച്ച് അവരെല്ലാം ഇതിലേക്ക്
പിന്നെ ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഹസൈനാർ മൗലവി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെയും മഹലിൽ നിന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ പരിപാടിയുടെ തുടക്കവും ഇവിടുന്ന് തന്നെയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ നിരവധി പള്ളികളും അതുപോലെ ദീനി സ്ഥാപനങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതാണ് നമ്മളെ രണ്ടാമത്തെ പള്ളി അല്ലേ? മുസല്ല നിസാ, പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി യാത്രക്കാരായിട്ട്. ഇത് റോഡ് വരുന്നത് പിന്നെ അട്ടപ്പാടി പോണ, മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പോണ റോഡാണ്. ഇത് സ്ഥലം പേരെന്ത് കറക്റ്റ്? തെങ്കര വട്ടപ്പറമ്പ് അല്ലേ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പള്ളി. ഓക്കെ ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഉസ്താദ്മാരാട്ടോ. എന്താണ് ഈ ഒരു സംഭവത്തെ പറ്റി ഉസ്താദ്മാർക്ക് പറയാനുള്ളത്? ഇവിടെ നമ്മളെ ഈ തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന പാതയാണ് നമ്മളെ റോഡ്. അതിൻ്റെ തൊട്ടോരത്താണ് നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സീനാജിയുടെ ഒരു ഇടപെടൽ കാരണം അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ? ഇത് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തെങ്കര പിന്നെ വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അഥവാ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിക്ക് പോണ വഴിയിൽ. അതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ മൂലം പിന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതേ ഞങ്ങളിങ്ങനെ വന്ന് ലാസ്റ്റ് പിന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ കരിപ്പമണ്ണ ആറ്റാശ്ശേരി പറഞ്ഞ സ്ഥലത്താട്ടോ ഉള്ളത്. നമ്മുടെ മൗലവിയുടെ ഒരു പിന്നെ എന്താ പറയുക മുൻകൈ എടുത്തിട്ടുള്ളൊരു പള്ളിയാണ് മസ്ജിദ് അറഫ. ഇത് നോക്കി അടിയിൽ സാന്നിധ്യം പിന്നെ ഹസൈനാർ മൗലവി എന്നൊക്കെ കാണാം. ഇതാണ് പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു പള്ളി, നിസ്കാര പള്ളികളാട്ടോ കംപ്ലീറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു പള്ളിയുടെ പിന്നെ എന്താ പരിപാലനവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള 1-2 ആളുകളുണ്ട്. അവരെ കൂടെ നമുക്ക് അവരുടെ അഭിപ്രായം കൂടി ഒന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് ആ പള്ളിയുടെ പരിപാലകർ കേട്ടോ. നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഷിഹാബ്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി, മൗലവിയുടെ ഒരു സംഭവം അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ ഉണ്ടാവാനുള്ള ഒരു കാരണം ഒന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇങ്ങനെ ഉസ്താദ് തൊട്ടടുത്ത മഹലിൽ ഒരു മദ്രസ അതേപോലെ നിസ്കാരപ്പള്ളി നിർമ്മിച്ച് നൽകി. അപ്പോഴാണ് ഞങ്ങൾ ഉസ്താദിനെ പറ്റി അറിയണത്. ഞാൻ ഉസ്താദിൻ്റെ ഒപ്പം ഒരു 9 മാസം പിന്നാലെ നടന്നു. ഉസ്താദ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു മനോഹരമായിട്ടൊരു പള്ളി, എന്തായാലും ഉസ്താദിൻ്റെ എളിയ നല്ല മനസ്സുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടി. ഉസ്താദ് ഞങ്ങൾക്കത് ആവശ്യമാണോ അല്ലേ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തന്നത്. എന്തായാലും ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. ഇതുപോലുള്ള നല്ല ദീനിയായ കാര്യങ്ങൾ ഒരുപാട് ഉസ്താദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദിന് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് പിന്നെ ഷിയാബ് ബായുടെ വാപ്പയാണ് അല്ലേ? നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് കാസിം. അപ്പോൾ സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു പള്ളി, ഒരു അടിപൊളി പള്ളി നിങ്ങളുടെ നാട്ടിന് കിട്ടിയല്ലേ? പിന്നെ അല്ലേ? അതായത് നമ്മുടെ ഉസ്താദ് ഒരുപാട് അതിന് സമയവും സന്ദർഭവും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ആളെ പൈസ ഇറക്കിയ ആളെന്ന് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്കൊരു പൈസയും ചെലവ് വന്നിട്ടില്ല? അതാണ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമാണ്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഫണ്ട് കണ്ടെത്തുന്ന പിന്നെ പല വഴി. അതെന്തായാലും നമുക്ക് എന്തായാലും മൗലവിനോട് ചോദിക്കാം. വീടിന്റെ അവസാനം നമുക്ക് ചോദിക്കാം എന്താണ് ഫണ്ടിന്റെ സോഴ്സും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ നാട്ടുകാരും അതേപോലെ തന്നെ ഇതിന്റെ പരിപാലകർ എന്ന ലെവലിൽ നിങ്ങൾ ഹാപ്പിയാണ്, സന്തോഷമാണ്. ഈ ഉസ്താദ് ഇവിടെ മാത്രമല്ല ഒരുപാട് പ്രദേശം ഞാൻ 3 നാളിനെ കണ്ടിട്ടാണ് വരുന്നത്. ഫേമസ് ആണ്. കാരണം എന്താ വെച്ചാൽ അയാൾ എല്ലാവർക്കും ഒരാൾ ഇങ്ങനെ ഒരു കിണറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ വേറെ എത്രയും വേഗം ആൾ പണിക്കാരെ കൂട്ടി ആ കിണറ്റിൽ വെള്ളം ഉണ്ടാക്കി കൊടുക്കും. അതേമാതിരി പെണ്ണിനെ കെട്ടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് അല്ല എല്ലാവരും പിരിച്ചിട്ടാകും. ഒരു ചെറിയ ഒരു 10 പവനില്ലെങ്കിൽ 1 പവനും നാട്ടുകാരെയൊക്കെ പിരിച്ചുണ്ടാക്കി കൊടുക്കും. അയാളെയൊക്കെ ഒന്ന് കൊടുക്കാം, അല്ലാതെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ ഉസ്താദ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ അറിയാം, മനസ്സിലായോ? ഞങ്ങളുടെ നാടാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ പിന്നെ പരിപൂർണ്ണ സന്തോഷവാന്മാരാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ആറ്റാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു നിസ്കാരപ്പള്ളിയും അതേപോലെ തന്നെ ഈ പള്ളിയോട് ചേർന്നിട്ട് ചെറിയൊരു മദ്രസ കൂടെ ഉണ്ട്. മദ്രസ ഞാൻ കാണിച്ചു തരാം. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹസൈനാർ മൗലവിയുടെ ആ ഒരു പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു ചെറിയ നിസ്കാരപ്പള്ളിയും അതേപോലെ തന്നെ ഒരു മദ്രസയും. മദ്രസയുടെ കെട്ടിടം പള്ളിയുടെ നേരെ പുറകിലാണ് കണ്ടോ, നൂറുൽ ഹുദ മദ്രസ ആറ്റാശ്ശേരി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഇനി. അതേപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹികളും കാര്യങ്ങളൊക്കെ അവർ പിന്നെ നമ്മുടെ മൗലവിയുടെ ആ പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ള ആ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു മദ്രസയുടെയും പള്ളിയുടെയും പിന്നെ എന്താ പറയുക ആളുകൾ കേട്ടോ. നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? ഷാവുൽ ഹമീദ്. നിങ്ങൾ? മുഹമ്മദ് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു പള്ളിയുടെയും മദ്രസൻ്റെയും ഉത്ഭവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായിരുന്നു 2019 വരെ. 2019 ഹസൈനാർ മൗലവിയുടെ
പ്രിയപ്പെട്ട ഹസീന മൗലവിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 17 ലക്ഷം രൂപ 2019 ചെലവഴിച്ചിട്ട് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ മസ്ജിദ് റഹ്മയും നൂറുൽ ഹുദ മദ്രസയും പുനർനിർമ്മിച്ചത്. ഹസീന മൗലവിയുടെ മാത്രം പ്രയത്നമാണ് അതിൻ്റെ പുറകിലുള്ള അല്ലേ? സാമ്പത്തികമായിട്ട് നിങ്ങൾക്കോ നാട്ടുകാർക്കോ യാതൊരു സംഭവം വേണ്ടി വന്നിട്ടില്ല. പ്രയാസം ഉണ്ടായിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു സംഭവത്തിൽ സന്തോഷവാന്മാരാണ് നിങ്ങൾ. വളരെയധികം സന്തോഷത്തിലാണെന്ന് മാത്രമല്ല, ഹസീന ഉസ്താദിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ പള്ളി മദ്രസകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളത്. ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ വളരെ പ്രശംസനീയമായ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലും അതേപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹം ചെയ്തൊക്കെ ഞങ്ങൾക്ക് അറിയാം. കാരണം മൂപ്പര് ഫസ്റ്റ് പള്ളി ചെയ്ത് എൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. പുല്ലിശ്ശേരി എൻ്റെ നാട്ടിലാണ് മൂപ്പര് ആദ്യമായിട്ട് പള്ളി ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പഠിച്ചോന് ഇതേപോലത്തെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് പോകാൻ ഉസ്താദ് എന്തായാലും ആഫിയത്ത് ആരോഗ്യമൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തീർക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും സന്തോഷവാന്മാരാണ് നാട്ടുകാർ അല്ലേ? ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ആറ്റാശ്ശേരി ചാഴിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇനി ഒരു പള്ളി കൂടി കാണാനുണ്ട്. ഇവിടെയാണ് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണ്ടത്, എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളുടെ. ഇവിടെ നോക്കിയ ഈ ഒരു ബാത്റൂമിൻ്റെ പണി, അതേപോലെ തന്നെ ഇവിടെ പാതി വഴിക്ക് ചെറുതായിട്ട് നമ്മുടെ ഉസ്താദ് ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് കിട്ടാവുന്ന ആളുകൾ അല്ലെങ്കിൽ കൊടുക്കാവുന്ന ആളുകൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുക എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷയമുണ്ട്. വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ 3-4 പള്ളികൾ കണ്ടു. ഇനി ഒരു പള്ളി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് കിട്ടാവുന്ന സോഴ്സിൽ നിന്നൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് പള്ളികൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ആ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികൾക്കോ 1 രൂപ പോലും ചിലവ് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ഒരു പള്ളിയുടെ ഈ ഒരു തൂണുകളും കാര്യങ്ങളും കണ്ടു. അതേപോലെ തന്നെ മുകളിൽ ആ ഷീറ്റ് ഇട്ടുള്ളതൊക്കെ ഏകദേശം ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് അതൊന്ന് വാർപ്പാക്കണം. അതേപോലെ തന്നെ ഈ ഒരു തുടങ്ങി വെച്ച് പാതിയിൽ നിന്ന് പോയിട്ടുള്ള ഈ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ, സുമനസ്സായ ആളുകളുടെ സഹായം നമുക്ക് വേണ്ടത്. അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവരുടെ കമ്മിറ്റിക്കാരൊക്കെ നമ്മളെ പുറകിലുണ്ട്, ഉസ്താദന്മാരുണ്ട്, അതേപോലെ തന്നെ മൗലവി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ പറയും ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ വർക്ക്, എന്തൊക്കെയാണ് അവർക്ക് ആവശ്യങ്ങൾ എന്നുള്ളത് അവർ തന്നെ പറയും കേട്ടോ. അതൊന്ന് കേൾക്കാം. അപ്പോൾ ഉസ്താദേ, ഇവിടെയാണ് നമ്മൾ പെട്ടി നിന്നിട്ടില്ല. നമുക്ക് ജനങ്ങളുടെ സഹായം ആവശ്യമുള്ള ഈ ഒരു സ്ഥലത്താണല്ലേ? ഇത് സത്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഈ ഒരു സംഭവം ഇങ്ങനെ പാതി വഴിയിൽ ലോക്കാവാനുള്ള കാരണം എന്താണ്? ലോക്കാകാൻ കാരണം വെച്ചാൽ ഞാൻ സാധാരണ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ 5ഓളം പള്ളികളൊക്കെ അൽഹംദുലില്ലാഹ് വ്യക്തികളെ ഫണ്ടുകളായിരുന്നു. ഓക്കെ, ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ വെച്ചൊരു ചോദ്യം ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിന്റെ സോഴ്സ് എന്താണ്? നിങ്ങൾ സ്വന്തം ചെയ്യുകയാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുകയാണോ? എന്നിൽ അമാനത്തായ, അതായത് വിശ്വസ്തമായ എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട്. ഓക്കെ, ഓരോ വ്യക്തികൾ ഏൽപ്പിക്കുന്ന ഫണ്ടുകളാണ്. അങ്ങനെയാണ് മുൻകഴിഞ്ഞ പള്ളികളും മദ്രസകളും ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തത്. ഓക്കെ ഓക്കെ. ഇതിലെന്തായാലും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ കിട്ടാത്തത് കൊണ്ട് എനിക്ക് പലരും സമീപിക്കേണ്ടി വന്നു. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സ്ഥിതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഫണ്ടുകൾ വേണം. അപ്പോൾ ഇത് കാണുന്ന ഉദാരമതികളായ ദീനീ സ്നേഹികൾ എന്ത് ചെയ്യുക, ഇതിനെ സഹായിക്കുക. പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പഞ്ചായത്തിൽ ചാഴിയോട് എന്ന ഒരു ഗ്രാമത്തിലാണ്. ഒറ്റ വാക്കിൽ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ എത്തുകയാണ്. മുസ്ദലിഫയിൽ എത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കരഞ്ഞു. കൂടെയുള്ളവർ ചോദിച്ചു, നബിയെ അങ്ങെന്താണ് അറഫയിൽ നിന്ന് കരഞ്ഞില്ലല്ലോ, മുസ്ദലിഫയിൽ എന്താണ് കരഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നമ്മൾ പകൽ സമയത്തിരിക്കല, ഇവിടെയോ രാത്രിയുടെ ഈ സമയത്ത് വിജനമായ മുസ്ദലിഫയുടെ മരുഭൂമിയിൽ ഇഹ്റാമിൻ്റെ വെള്ള വസ്ത്രം ധരിച്ചിങ്ങനെ കിടക്കുക. എൻ്റെ ഉമ്മത്ത് നാളെ ഇതുപോലെ കബറിൽ കിടക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അവിടങ്ങളിൽ നമുക്ക് സുരക്ഷിതമായ വിജയം വേണമെങ്കിൽ, സ്വർഗം നമുക്ക് അനിവാര്യമാണെങ്കിൽ ഇതുപോലത്തെ പള്ളിയെ നാം ഒരു താങ്ങായി തണലായി ഇതുപോലത്തെ പള്ളിയെ നാം സഹായിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ. ഈ പള്ളിയുമായി ഫണ്ടിൻ്റെ സഹായത്തിൽ നിങ്ങളെല്ലാവരും, ഇത് കാണുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കളും എല്ലാവരും കണ്ട് മനസ്സറിഞ്ഞ് ഈ പള്ളിയെ ഒരിക്കൽ കൂടി പറയുന്നു സഹായിച്ചു കൊടുക്കുക. നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എല്ലാ പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട പ്രസിഡന്റിന്റെ ഫോൺ നമ്പർ, സെക്രട്ടറി ഫോൺ നമ്പർ, ഖജാജിയുടെ ഫോൺ നമ്പർ, കൂട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. സാമ്പത്തികമായിട്ട് ഇടപാടുകളൊക്കെ നേരിട്ടാണ് കമ്മിറ്റി നമ്മളൊരു ഒരു വഴി മാത്രം. സാമ്പത്തിക ഇടപാടൊക്കെ കമ്മിറ്റിയുമായിട്ടാണ് ചെയ്യേണ്ടത്. ഇതാണ് കമ്മിറ്റി സെക്രട്ടറി അല്ലേ? നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? മൊയ്തുപ്പ് അല്ലേ? ഇതാണ് സെക്രട്ടറി. നിങ്ങൾ കമ്മിറ്റി മെമ്പറാണ് അല്ലേ? ഇവിടെ ഉസ്താദ്മാരുണ്ട്. ഉസ്താദിന് എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞതുപോലെ തന്നെ ഹസീന ഉസ്താദ് ഇതിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. അത് ഈ അവസ്ഥയിലാണ് എത്തിപ്പെട്ടുള്ളത്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഈ മഹലിൻ്റെ സാമ്പത്തികം വളരെ പ്രയാസകരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും നിന്ന് ഇതിൻ്റെ പൂർത്തീകരണത്തിനേക്കുള്ളൊരു വഴി തുറന്നു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ.
അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഇതാണ് അവസ്ഥ. ഇതൊന്ന് പൂർത്തീകരിക്കണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ബാത്റൂം ഉണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്കിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് നമുക്ക് മുകളിൽ പിന്നെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യേണ്ട സെറ്റപ്പൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും പറയുകയാണ്, ഒരു പള്ളിക്ക് വേണ്ടിയിട്ടാണ്. ദീനി സ്നേഹികളായ ആളുകൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് കഴിയുന്ന ആളുകളിലേക്ക് എത്തുന്നവരെ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരു കുറച്ച് സമയം കൊണ്ട്, ചെറിയൊരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ പൂർണ്ണമായ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അത്യാവശ്യം ഈ ഒരു പണി പൂർത്തീകരിക്കാനുള്ള ഫണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരുപാട് പള്ളികൾ ചെയ്തിട്ടുണ്ട്, ഒരാളെ പോലും സഹായമില്ലാതെ. പിന്നെ എന്താ പറയുക, ഇതുപോലെ പിരിക്കേണ്ട ഒന്നും ആവശ്യമില്ലാതെ. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട്ടിലാണ് പുള്ളി ആദ്യത്തെ സംരംഭം തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വീഡിയോയുമായിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതന്മാർ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് കഴിയുന്ന ആളുകളെല്ലാവരും ഈ ഒരു ഉദ്യമത്തിലേക്ക്, ഇതിൻ്റെ താഴത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, GPay നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ പൊമ്പ്ര കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ ഒരു ഹൗദും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ ഉസ്താദ് ഇടപെട്ടിട്ടാണ്, ഒരു ചെറിയ തരത്തിലൊരു ഫണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ അകം കണ്ടോ, ഇത് കംപ്ലീറ്റ് വൃത്തിയാക്കൽ വളരെ ഭംഗിയായിട്ട് പുള്ളിയുടെ ഒരു ഇടപെടൽ മൂലമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു മെയിൻ റോഡാണ്, അഥവാ മണ്ണാർക്കാട് ടൗണിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു പള്ളിയുള്ളത്. യാത്രക്കാർക്കാണെങ്കിലും ഇവിടുത്തെ നാട്ടുകാർക്കാണെങ്കിലും വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കൊച്ചു പള്ളിയാണ്. അതേപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ പരിപാലനത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ബാക്കിയായിട്ടുള്ളത് ഒരു ഉസ്താദിൻ്റെ. ഉസ്താദിൻ്റെ പേരെന്താ പറഞ്ഞത്? ഷിഹാബ് അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ അസൈനാർ ഉസ്താദിൻ്റെ ഒരു പിന്നെ ഇത് ഇവിടെ കിട്ടിയത്? അസൈന മൗലവി എന്ന് പറഞ്ഞാൽ ഈ പള്ളി ഇവിടെ പരിസരം പറ്റി വൃത്തിയായി കിടക്കുക, അതൊക്കെ ആകെ പൊളിഞ്ഞ് വളരെ മോശമായി കിടക്കും. ഞാൻ അസൈന മൗലവി ഒരുപാട് കാലം ബന്ധമുള്ള മനുഷ്യനാണ് ഞാൻ. മൂപ്പര് അവിടെ മണ്ണാർക്കാട് പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ മൂപ്പര് നല്ല ബന്ധമാണ് ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ മൂപ്പരെ കണ്ടപ്പോൾ മൂപ്പര് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഹൗസും പരിസരമൊക്കെ പറ്റി വൃത്തിയായി കിടക്കുകയാണ്, ഞങ്ങളൊന്ന് ഭംഗിയാക്കി തരണം എന്ന് മൂപ്പര് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മൂപ്പര് ഇവിടെ പള്ളിയിൽ വന്നു, നമ്മുടെ പരിസരത്തിലെ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി. മൂപ്പരും വന്നു, മൂപ്പര് നോക്കി, മൂപ്പര് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ട്, ഞാനത് ഭംഗിയായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അള്ളാഹുടെ തൗഫീഖോട് കൂടെ മൂപ്പര് എന്തായാലും വൃത്തിയായി ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഹൗദും അതിൻ്റെ പരിസര ഭാഗങ്ങളും പള്ളിയൊക്കെ നല്ല ഉഷാറാക്കി വൃത്തിയായി തന്നിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയും ആരെങ്കിലും വക്കത്ത് മൂപ്പര് ബന്ധപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ വിജയിപ്പിച്ചു കൊടുക്കണമെന്നാണ് ദീനീ സ്നേഹികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.